നോക്കാൻ പോകുന്ന ഒരു ഐഡിയ ആണ് ഇക്വാലിറ്റി ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. നമ്മളെ കയ്യിൽ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്. ലെറ്റ് Z1 ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആൻഡ് Z2 ഈക്വൽ ടു സി പ്ലസ് ഐ ഡി. അപ്പോൾ ഈ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആണെന്ന് നമുക്ക് തരികയാണ് കണ്ടീഷനായിട്ട്. ദാറ്റ് ഈസ് Z1 ഈക്വൽ ടു Z2. അതിനുള്ള നെസസറി കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ എ ഈക്വൽ ടു സി ആൻഡ് ബി ഈക്വൽ ടു ഡി. അതായത് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ റിയൽ പാർട്ട് രണ്ടും ഈക്വൽ ആയിരിക്കണം. റിയൽ പാർട്ട് ഓഫ് Z1 എന്താണ് ഇവിടെ? എ ആണ്. റിയൽ പാർട്ട് ഓഫ് Z2 എന്താണ് ഇവിടെ? സി ആണ്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആയിരിക്കണം. അതേപോലെ ഇമാജിനറി പാർട്ട് ഓഫ് Z1 എന്താ? ബി. ഇമാജിനറി പാർട്ട് ഓഫ് Z2 ഡി. അപ്പോൾ ബിയും ഡിയും ഈക്വൽ ആയിരിക്കണം. ഇതാണ് ഇക്വാലിറ്റി ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്നുള്ള ഐഡിയ. ഒരു എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ഇഫ് എക്സ് പ്ലസ് 5i ഈക്വൽ ടു 6 മൈനസ് IY, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തരികയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എക്സ് എന്താ ഇവിടെ? ഈ എക്സ് പ്ലസ് 5i ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് എന്താ? എക്സ്. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളതിന്റെ 6. അപ്പോൾ എക്സ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 5 ഈക്വൽ ടു -5 എന്ന് കിട്ടും, അല്ലെങ്കിൽ y ഈക്വൽ ടു -5. ഇതാണ് ഇക്വാലിറ്റി ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്നുള്ള ഐഡിയ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഓൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഓൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. അതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് അഡിഷൻ ആണ്. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിനെ എങ്ങനെ ആഡ് ചെയ്യാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ്? അഡിഷൻ. അപ്പോൾ വി ഹാവ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്. Z1 ഈക്വൽ ടു എ പ്ലസ് ഐ ബി, Z2 ഈക്വൽ ടു സി പ്ലസ് ഐ ഡി. അപ്പോൾ Z1 പ്ലസ് Z2 എന്ന് പറഞ്ഞാൽ എന്താണ്? Z1 പ്ലസ് Z2 ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റിയൽ പാർട്സ് രണ്ടും ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ Z1ൻ്റെ റിയൽ പാർട്ട് എ, Z2ൻ്റെ സി. അപ്പോൾ എ പ്ലസ് സി പ്ലസ് ഐ ഇൻറ്റു രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഇമാജിനറി പാർട്ട് എന്തൊക്കെയാണ്? ബിയും ഡിയും. ഐ ഇൻറ്റു ബി പ്ലസ് ഡി. ഇതാണ് അഡിഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഐഡിയ. നമുക്കൊന്ന് എക്സാമ്പിൾ ആയിട്ട് വേണം ചെയ്ത് നോക്കാം. ലെറ്റ് Z1 ഈക്വൽ ടു 3 പ്ലസ് 5i, Z2 ഈക്വൽ ടു 6 പ്ലസ് 7i. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് Z1 പ്ലസ് Z2? നിങ്ങളൊന്ന് ചെയ്ത് നോക്കാവോ? അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 9 പ്ലസ് 12i. ഓക്കെ, ഇതാണ് Z1 പ്ലസ് Z2. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഐഡിയ ആണ് സബ്ട്രാക്ഷൻ. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിനെ അങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം. നമ്മളൊക്കെ ഒരു ജനറൽ കേസ് ആദ്യം നോക്കിയിട്ടാണ് പർട്ടിക്കുലർ കേസിലേക്ക് പോകുന്നത് കേട്ടോ. ലെറ്റ് Z1 ഈക്വൽ ടു എ പ്ലസ് ഐ ബി, Z2 ഈക്വൽ ടു സി പ്ലസ് ഐ ഡി. അപ്പം നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് Z1 മൈനസ് Z2 ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എ പ്ലസ് ഐ ബിയിൽ നിന്ന് സി പ്ലസ് ഐ ഡി സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടും? എ പ്ലസ് ഐ ബി മൈനസ് സി മൈനസ് ഐ ഡി. ഇതെല്ലാം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുക. അപ്പോൾ റിയൽ പാർട്ട് ഏതൊരു കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ എഴുതുമ്പോൾ റിയൽ പാർട്ട് പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട് എന്നുള്ള രീതിയിൽ എഴുതണ്ടേ. അപ്പോൾ ഇവിടുത്തെ റിയൽ പാർട്ട് എന്താ? എ മൈനസ് സി പ്ലസ് ഐ ഇൻറ്റു ബി മൈനസ് ഡി. ഇതാണ് സബ്ട്രാക്ഷൻ്റെ ഐഡിയ. അപ്പോൾ നമുക്ക് സബ്ട്രാക്ഷൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് Z1 ഈക്വൽ ടു 6 പ്ലസ് 3i, Z2 ഈക്വൽ ടു 2 പ്ലസ് ഐ. ഫൈൻഡ് Z1 മൈനസ് Z2. അപ്പോൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6 മൈനസ് 2 എന്താ? 4. 3 മൈനസ് 1 2. അപ്പോൾ 4 പ്ലസ് 2i. സിമ്പിളാണ്. റിയൽ പാർട്ട് സബ്ട്രാക്ട് ചെയ്യാം പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട് സബ്ട്രാക്ട് ചെയ്തിട്ടുന്ന നമ്പർ. അതാണ് സബ്ട്രാക്ഷനിൽ പറയാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു ഐഡിയ ആണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് Z1 ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആയിട്ട് എടുക്കാം, Z2 ഈക്വൽ ടു സി പ്ലസ് ഐ ഡി. അപ്പോൾ വാട്ട് ഈസ് Z1 ഇൻറ്റു Z2? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ ഐ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് -1 ആയിട്ടാണ് ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ഐ സ്ക്വയർ എന്തായിരിക്കും?
റൂട്ട് ഓഫ് -1ന്റെ സ്ക്വയർ അല്ലേ? അപ്പം നമുക്ക് എന്ത് കിട്ടും? -1. ഇതാണ് I². ഇത് നമ്മൾ പവേഴ്സ് ഓഫ് I ഇതുവരെ ഡിസ്കസ് ചെയ്തില്ല. എന്തായാലും I² -1 ആണെന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് Z1 ഇൻറ്റു Z2 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് A + IB ഇൻറ്റു C + ID. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ A ഇൻറ്റു C വരും, അതേപോലെ A ഇൻറ്റു ID പ്ലസ് B ഇൻറ്റു IC പ്ലസ് I² BD എന്ന് കൂടി ഒരു കമ്പോണൻറ്റ് വരും. ഈ I² എന്താ? -1 അല്ലേ? അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. AC പ്ലസ് I ഇൻറ്റു AD പ്ലസ് BC അല്ലേ, -BD. അപ്പോൾ നമ്മൾ റിയൽ പാർട്ട് പ്ലസ് I ഇൻറ്റു ഇമാജിനറി പാർട്ട് എന്ന ഫോമിൽ എഴുതുമ്പോൾ AC മൈനസ് BD പ്ലസ് I ഇൻറ്റു AD പ്ലസ് BC. ഓക്കെ, ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഐഡിയ. നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ലെറ്റ് Z1 ഈക്വൽ ടു 3 + I, Z2 ഈക്വൽ ടു 1 + 2I, ഫൈൻഡ് Z1 ടൈംസ് Z2. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ 3 + I ഇൻറ്റു 1 + 2I, 1 + 2I. ഓക്കെ, അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 വരും, പിന്നെ ഒരു 6I വരും, പിന്നെ ഒരു I വരും. 2I² എന്ന് പറഞ്ഞാൽ എന്താ? -2. അപ്പോൾ 1 + 7 എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഐഡിയ.